ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. എൻ്റെ വിഷസ് പറയാൻ വേണ്ടി ഞാനിന്ന് വന്നതാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എന്താണെന്നറിയോ, ഞാനിന്ന് ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. എപ്പോഴും ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇനി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ചെറിയ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയോ പറയാൻ വേണ്ടി വന്നേ, ഞാനിന്ന് സ്കൂൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ കുറേ കൊച്ചുകുട്ടികൾ, നമുക്കറിയാം എല്ലാ സ്കൂളിൽ നിന്നും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. സ്വീറ്റും പിന്നെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും സ്വീറ്റ് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് കുറേ കൊച്ചുകുട്ടികൾ മഹാത്മാഗാന്ധിയുടെ മേക്ക് ഓവർ ചെയ്തിട്ടും പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ അങ്ങനെ ഒത്തിരി പേരുടെ മേക്ക് ഓവർ ചെയ്തിട്ട് കൊണ്ടുവന്ന് പേരൻസ് പിടിച്ചിട്ട് കൈ പിടിച്ചുകൊണ്ട് അവരെ ഹാപ്പി ആയിട്ട് കൊണ്ടുവന്ന് കണ്ടേ. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന രാവിലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ദേശീയഗാനം പാടി നമുക്ക് സ്വീറ്റൊക്കെ കൊടുക്കില്ലായിരുന്നോ എന്നെന്ന് പറഞ്ഞറിയോ. ഇപ്പോൾ ഈ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുമല്ലോ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട്. അന്നേരം ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിൽ ഭയങ്കര കഷ്ടം. എന്താണെന്നറിയോ, അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ, എൻ്റെ കുഞ്ഞിന് നാളെ ഞാൻ എന്ത് ഡ്രസ്സ് വാങ്ങണം, അല്ലെങ്കിൽ എന്ത് വാങ്ങണം ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ എന്താ പറയേണ്ടി വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം എൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊക്കെ ഇൻഡിപെൻഡൻ്റ് ഡേ വരുമ്പോഴൊക്കെ നമ്മൾ ഓർക്കില്ല, അയ്യോ ഇന്നാണല്ലോ മഹാത്മാഗാന്ധിയൊക്കെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റൊന്നുമല്ല, നമ്മൾ ഈ ബിസിയുടെ ഇടയ്ക്ക് നമുക്ക് അതൊന്നും ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഡേ വരുമ്പോഴല്ലേ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. നേഴ്സസ് ഡേ വരും, ഡോക്ടേഴ്സ് ഡേ വരും, അതുപോലെ ഇങ്ങനെ ഓരോ ഡേകൾ വരുമ്പോൾ മാത്രം നമ്മൾ ഓർക്കുള്ളൂ അല്ലേ. അപ്പം അത്രയും കഷ്ടപ്പെട്ട് മഹാത്മാ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നമുക്ക് നമ്മുടെ ഇന്ത്യനെ നമുക്ക് വാങ്ങിച്ചു തന്നില്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ഫ്രീഡമായിട്ട് നടക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ എന്ന് ചോദിച്ചാൽ ഇന്ന് 78ാമത്തെ വർഷമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, നമ്മൾ വയനാടിനെ മറക്കരുത്. വയനാട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം നമ്മളൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്ത് നമ്മൾ സ്വീറ്റൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ സന്തോഷമായിരിക്കുമ്പം അവരൊക്കെ എന്താ ചിന്തിക്കുന്നത് നമുക്കറിയാലോ. നമുക്ക് ചിന്തിക്കാമല്ലോ ഇനി മുന്നോട്ട് എന്താണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. എൻ്റെ അപ്പനില്ല, അമ്മയില്ല, ആരില്ല, അങ്ങനെ ഓർത്ത് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഡേ അവർക്കില്ല. കാരണം അവരൊരു സങ്കടക്കടലിലാണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അങ്ങനെ സേവ് വയനാട്, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.